എല്ലാവരും പ്രണയത്തിലാണ്. ഇത്ര മനോഹരമായ ഒരു സങ്കല്പമാണ്. കാറ്റിന് കടലിനോട് പ്രണയം, മഴയ്ക്ക് വെള്ളത്തോട് പ്രണയം, പൂവിന് ചെടിയോട് പ്രണയം, സൂര്യന് ചന്ദ്രനോട് പ്രണയം. ഇങ്ങനെ പ്രകൃതിയിലെടുത്താൽ പ്രണയത്തിൻ്റെ ഒരു ഉദാത്ത ഭാവങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരെടുത്താലും അത് തന്നെയല്ലേ ലോകത്തെ നിലനിർത്തുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്ക ജനത്തെ എന്ന് പറയുന്നതും അപരന് സുഖം വരണമെന്ന് പറയുന്നിടത്തെല്ലാം സ്നേഹത്തിൻ്റെ ഭാവങ്ങളാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ വലിയ ഭാവമാണ് പ്രണയം. കൃത്യമായി നമ്മളൊന്ന് പ്രണയത്തിലേക്ക് വന്നു നോക്കൂ. അമ്മയ്ക്ക് മക്കളോട് പ്രണയം, മക്കൾക്ക് അമ്മയോട് പ്രണയം. ഒരു നിർഭാഗ്യവശാൽ ഈ പ്രണയം എന്ന വാക്കിന് ഇംഗ്ലീഷ് പറയുമ്പോൾ ലവ് അല്ലെങ്കിൽ പ്രേമം എന്നൊരർത്ഥത്തിലേക്ക് പോവുകയും പിന്നെ അതൊരു സ്ത്രീ പുരുഷ സെക്ഷുവൽ റിലേഷനിലേക്കൊക്കെ അങ്ങ് പോയി അതിൻ്റെ രൂപം മാറ്റിക്കളഞ്ഞു മനുഷ്യർ. അത് പാശ്ചാത്യർ ചെയ്തൊരു കുറച്ച് പണിയും കൂടി ഉണ്ട്. ലവ് എന്ന വാക്കിന് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? അഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? കറക്റ്റ് ഇംഗ്ലീഷ് വാക്ക് എന്താണ്? അതുപോലെ പല പദങ്ങൾക്കും ഇംഗ്ലീഷ് വാക്ക് ബുദ്ധിമുട്ടാണ്. ധർമ്മം എന്ന് തന്നെയാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. സത്യത്തെ നമുക്ക് ട്രൂത്ത് എന്ന് പറയാൻ കഴിയില്ല. ട്രൂത്ത് കുറച്ചുകൂടെ ശരി എന്നുള്ള വാക്കിലാണ് പറയാൻ കഴിയും. അപ്പോൾ സത്യം, ധർമ്മം എന്നൊക്കെ പറയുന്ന വാക്കിന് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം കുറച്ച് കണ്ടുപിടിക്കുക കുറച്ച് പ്രയാസമാണ്. വളരെ ഉദാത്തമായ പ്രണയത്തിലേക്കാണ് ലോകം പോകേണ്ടത്. ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ജീവനുണ്ടെന്നും ജാതിയൊക്കെ ഉണ്ടാവും, എല്ലാ ജാതികളും മാറി എല്ലാ മതങ്ങളും ഇല്ലാതായി എല്ലാ ദൈവങ്ങളും ഇല്ലാതായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് നടക്കുന്ന കാര്യമില്ല. അതിന് അങ്ങനെ ഒരു കാലം വരുമായിരിക്കും, വരട്ടെ. ഇപ്പം നമുക്ക് അത് വരുന്നത് വരെ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ദുഃഖവും കൊണ്ട് പോകാമെന്നല്ല കരുതേണ്ടത്. എല്ലാവരും പ്രണയിക്കുക. നമ്മൾ മഴയെ പ്രണയിക്കുമ്പോൾ, മഴയെ സ്നേഹിക്കുമ്പോൾ മഴ നമുക്ക് ശല്യമല്ലാതാകും. ചൂടിനെ പ്രണയിക്കുമ്പോൾ ചൂട് നമുക്ക് സന്തോഷം നൽകുന്നതാകും. കാര്യം ചൂടാണല്ലോ ഈ പ്രപഞ്ചത്തിലെ സസ്യലതാദികൾക്ക് പ്രകാശ സംശ്ലേഷണം ചെയ്യുവാനും നമുക്കാവശ്യമുള്ള അന്നം തരുവാനുമൊക്കെ ചൂടിനെ ചെടികൾ പ്രണയിക്കുമ്പോഴും കൂടിയാണ് സംഭവിക്കുന്നത്. മഴയെ ഏത് വസ്തു എടുത്ത് നോക്കൂ, യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളെല്ലാം കണ്ടീഷൻ വയ്ക്കുന്നവരാണ്. എന്നെ അവൾ വിളിച്ചില്ല, അവൻ വിളിച്ചില്ല, അവൻ എന്നെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചില്ല, അവൻ വിളിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പരാതി പറയാം, എന്നാലും നീ എന്നെ വിളിച്ചില്ലടോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല എന്നൊരർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൺകണ്ടീഷണലുള്ള വ്യവസ്ഥകളില്ലാത്ത പ്രണയമാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഭാരത ചിന്തകളനുസരിച്ച് കൃഷ്ണനെ രാധമാർ പ്രണയിക്കുന്നത്. ഒരുപാട് പ്രണയത്തിൻ്റെ കഥകൾ പുരാണങ്ങളിലും ഇന്ത്യൻ തത്വചിന്തകളിലും ആത്മീയതയിലും ഒക്കെ കിടപ്പുണ്ട്. ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ് പ്രണയം എന്ന ഭാവം. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം പ്രണയിക്കാം, പ്രണയത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പുറത്തെടുക്കാം. അത് കേവലം സെക്സും ലൈംഗികതയും അല്ലെങ്കിൽ പ്രേമം എന്നൊന്ന് പറയുന്നതല്ല. അതിനപ്പുറമുള്ള ഉദാത്തമായ മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ ഔഷധമാണ് പ്രണയം.